കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 26-ാമത്തെ അധ്യായം അതിൻ്റെ 33-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു. അതിന് പത്രോസ്, എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്ന ആ രാത്രിയിൽ യേശുക്രിസ്തു ശിഷ്യന്മാരും കൂടെ ചേർന്ന് അവിടെ അത്താഴം കഴിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശിഷ്യന്മാരോട് യേശുക്രിസ്തു സംസാരിച്ചു. അപ്പോൾ ഈ പത്രോസ് വളരെ സ്നേഹിച്ചിരുന്നു യേശുവിനെ. അപ്പോൾ അവൻ പറയുകയാണ്, കർത്താവേ, എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഇടറുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം, തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് വെച്ചറിയാം. 3 പ്രാവശ്യം പത്രോസ് വന്നിട്ട് തള്ളിപ്പറയുന്ന കാര്യം. അപ്പോൾ ഈ പത്രോസ് ആ ഒരു കോൺഫിഡൻസിൽ ഇരുന്നിട്ടും യേശുവിനോട് കൂടെ ഇരുന്നിട്ടും പതറിപ്പോയി. പ്രിയ ദൈവപൈതലെ, നമ്മുടെ ജീവിത യാത്രയിൽ നാം ദൈവസന്നിധിയിൽ ഇടറാതെ നിൽപ്പാൻ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ദുർഘട സമയങ്ങൾ നമുക്ക് ഏറി വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം യേശുക്രിസ്തുവിനെ വിട്ടുകളയാൻ അല്ലെങ്കിൽ തള്ളിപ്പറയാൻ അല്ലെങ്കിൽ പറഞ്ഞിട്ട് പോകുവാനുള്ള ഇടയാകുന്ന കാലഘട്ടങ്ങളിൽ കൂടെയാണ് നാം ജീവിച്ചു പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാലഘട്ടങ്ങൾ വരുമ്പോൾ, അതേപോലെ തന്നെ നാം വിചാരിച്ച കാര്യം നടക്കാതിരിക്കുമ്പോൾ ഈ ദൈവത്തെ ഞാൻ എത്രയോ പ്രാർത്ഥിച്ചു, ഒന്നും തന്നില്ലെന്ന് പറഞ്ഞ് അങ്ങനെ പിറുപിറുത്തു പോകുന്നവർ. അപ്പോൾ ഇങ്ങനെയുള്ള ഇടർച്ചകൾ നമ്മുടെ ജീവിതത്തിൽ വരാതെ വണ്ണം അന്ത്യത്തോളം കർത്താവിൽ തന്നെ നിലനിൽപ്പാൻ കർത്താവ് നമുക്ക് കൃപ നൽകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗ്ഗസ്ഥ പിതാവേ, കർത്താവെ, അന്ന് പത്രോസ് നിങ്ങൾ കർത്താവെ ഇടറിയതുപോലെ ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഇടറിപ്പോകാതിരിപ്പാൻ അങ്ങയുടെ വലതുകരം പിടിച്ച് കർത്താവെ കാലിൽ അന്ത്യം വരെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.